പോണ്ടിച്ചേരിയുടെ സ്വന്തം ഫ്രഞ്ച് കോളനിയുടെ അടുത്തുള്ള ക്രാഫ്റ്റ് ബസാറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ടൂറിസം വകുപ്പിൻ്റെ അണ്ടറിലുള്ളതാണ് ഈ ഒരു ബസാർ എന്ന് പറയുന്നത്. ഇവിടെ കുറേ ജ്വല്ലറീസ്, ഡിവൈൻ പ്രതിമകൾ, ഫോട്ടോ ഫ്രെയിംസ്, പിന്നെ ഷെല്ലിലൊക്കെ ഉണ്ടാക്കിയ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ കുറേ നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. വുഡിൽ നിർമ്മിച്ച ഇതേപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. നമുക്ക് സ്റ്റോറേജ് ആയിട്ടാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷൊക്കെ ഇട്ട് വെക്കാനായിട്ട്. ഈ തൂങ്ങിക്കിടക്കുന്ന ലൈറ്റിന് ആ റൗണ്ടിനൊക്കെ 150 രൂപയുള്ളൂ. ബാക്കിയൊന്നിൻ്റെ വില ചോദിക്കാൻ പറ്റിയില്ല. അടുത്തത് ഡ്രീം ക്യാച്ചറിൻ്റെ വരവാണ്. ഇത്രയും ഡ്രീം ക്യാച്ചറൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ പറയാനുള്ള ഇവിടുത്തെ ഒരു ഇൻറ്റീരിയർ ഡിസൈനാണ്. ഏതൊക്കെയോ സിനിമയിൽ കണ്ടു മറന്ന പോലെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടുത്തെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനെക്കാട്ടി ഈ ഒരു വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ ഒരു ചെപ്പിൻ്റെ വില 220 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താ സാധനം വാങ്ങിക്കാത്തതെന്ന്. ഈ ഒരു ചീപ്പിന് 90 രൂപ, നീമിൻ്റെ ആണെങ്കിൽ 150. നീം കേട്ടോ. പിന്നെ നമ്മൾ ബ്രൊമനേഡ് ബീച്ചിലോട്ടൊന്ന് കടക്കാൻ വേണ്ടി പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ കൂടുതൽ കാണാൻ കഴിയുന്നത് കട്ട് ഫ്രൂട്ട്സ്, പാനിപൂരി, അതേപോലെയുള്ള ഐറ്റംസാണ്. ഫുഡ് സ്ട്രീറ്റിൻ്റെ എൻഡിൽ കണ്ടൊരു ക്യാൻഡിൽ ഷോപ്പാണ്, പക്ഷേ നല്ല വിലയുണ്ട്, വാങ്ങിച്ചില്ല. ഇതൊരു പ്രൊമനേഡ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്, ലിക്കർ ഷോപ്പാണെന്ന് തോന്നുന്നു. ബീച്ചിലോട്ട് കയറിയത് എൻ്റെ മോന് ഒരു രക്ഷയില്ല. ഫുള്ള് എന്ത് പറയണേന്ന് അറിയാൻ വയ്യ, അതേപോലത്തെ ഒരു വൈബായിപ്പോയി. ആ കാണുന്നത് എന്തോ ഒരു ട്രിബ്യൂട്ട് വാളാണ്, എന്തോ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഏതോ മഹാൻ്റെ ഒരു പ്രതിമ ഉണ്ട്. അടുത്തതായി നമ്മൾ പോയത് ഫ്രഞ്ച് കോളനിയുടെ കുറച്ച് ഭാഗങ്ങളാണ് കാണാൻ വേണ്ടി പോയത്. ഇപ്പോൾ കുറേ ഷോപ്സും ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ട്. നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മൂഡുള്ള സ്ഥലമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ ട്രാവൽ വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.